ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതി. അദ്ദേഹമാണ് നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ശാസ്ത്രീയപരമായ മറുപടിയുമായി തയ്യാറായിരിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാർ, ഇന്ന് നമുക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് വരുന്നത്. പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പഴയ ഒരു കോൺക്രീറ്റ് കെട്ടിടം, പഴയ കെട്ടിടം ഇടിച്ച് അവർ പുതിയ വീട് വെക്കുകയാണ്. കോൺക്രീറ്റ് കെട്ടിടം തന്നെയാണ് പുതുതായിട്ട് വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കെട്ടിടം ഇടിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും പൂജ ചെയ്യേണ്ടതുണ്ടോ, ഭൂമിപരമായിട്ട് പൂജ ചെയ്യേണ്ടതുണ്ടോ, ഇടിച്ചതിന് ശേഷം എന്താണ് പൂജ ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒരു പണ്ടത്തെ ആരൂഢ സംബന്ധമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് പൊളിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ 10, 100, 120, 150 വർഷമുള്ള പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് ഇങ്ങനെയുള്ള വീടുകൾ കാലങ്ങൾ കഴിയുമ്പോൾ അത് മക്കളെയും ചെറുമക്കളെയും ഷെയറിലൊക്കെ വരും. മക്കളൊക്കെ ഒരുവിധം പരിപാലിച്ച് കൊണ്ടുപോകും. അടുത്ത ചെറുമക്കൾ കാലങ്ങൾ അവർ പറയും, ഈ വീടൊന്നും പോരാ, ചെയ്യണം, പൊളിച്ച് ചെയ്യണം എന്നുള്ള നിലവാരത്തിലേക്ക് വരുമ്പോൾ അതവർ പൊളിക്കാൻ തീരുമാനിക്കുകയും, അപ്പോൾ പൊളിക്കുന്നത് എങ്ങനെയാണ്, പൊളിച്ചിട്ട് പ്ലാൻ വരയ്ക്കുന്നതാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ആരൂഢത്തിൻ്റെ വീടുകളിൽ പൊളിക്കുമ്പോൾ ഒരിക്കലും തന്നെ നിസ്സാരമായിട്ട് ചെയ്യരുത്. പണ്ടത്തെ വിധിപ്രകാരമായിട്ട് തച്ചന്മാർ വളരെ കണക്കൂട്ടി ചെയ്ത വീടുകളാണ്. അത് ഓടെല്ലാം മാറ്റിയിട്ട് അറിയത്തക്ക ആൾക്കാരെ കൊണ്ട് കഴിക്കുള്ളിലും തന്നെ എൻ്റെ മരയാണിയൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് ആപ്പൊക്കെ ഊരിയെടുത്ത് വിധിപ്രകാരം പൊളിച്ച് മാറ്റണം. അല്ലാതെ അടിച്ച് പൊട്ടിക്കും ചെയ്യരുത്. എന്നാൽ ഓരോ സ്റ്റെപ്പ് എല്ലാം പൊളിച്ച് മാറ്റിയ ശേഷം അതൊക്കെ പുതിയ വീട്ടിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതൊക്കെ കാലക്കാരനോട് പല ഡാമേജ് സംഭവിച്ച തടിയായിരിക്കും, അതൊന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അതെല്ലാം മാറ്റിയിട്ട് തറ കറക്റ്റായിട്ട് ലെവൽ ചെയ്യണം. മനോഹരമായിട്ടെല്ലാം ലെവൽ ചെയ്തിട്ട് നവധാന്യം വിതയ്ക്കണം. നവധാന്യം വിതച്ച് അത് ശരിക്കും പറഞ്ഞാൽ പൊടിപ്പിച്ചിട്ട് നമുക്ക് നാൽക്കാലികളിലോട്ട് തീറ്റിക്കണം. ഒരു സീസൺ നമ്മളൊന്നും ചെയ്യരുത്. അതായത് ഒരു സീസൺ മഴയും വെയിലെല്ലാം കൊണ്ടിട്ട് 6 മാസങ്ങൾ മിനിമം കഴിഞ്ഞ ശേഷമേ നമുക്ക് ആ സ്ഥലത്ത് ഒരു വീട് വയ്ക്കേണ്ട, നിർമ്മാണം തുടങ്ങേണ്ട പരിപാടി ഇടാവും. അല്ലാതെ ഇന്ന് പൊളിക്കുക, ഒരാഴ്ച കൊണ്ട് വീട് വയ്ക്കുക, അങ്ങനെ ചെയ്യരുത്. കാരണം പണ്ടത്തെ വിധിപ്രകാരമുള്ള വീടുകളാണെങ്കിൽ, ആരോടായിട്ട് ബന്ധപ്പെട്ട വീടുകളാണെങ്കിൽ പൊളിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് അടുത്തൊരു വീട് വരുമ്പം ഐശ്വര്യമായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് വിധിപ്രകാരം ഇപ്പോഴത്തെ മോഡേൺ രീതിയിലുള്ള പുതിയ വീടുകളും ഒക്കെ വയ്ച്ച് ഓരോരോ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ച് വീട് വയ്ക്കുന്നതിന് ഏത് തടസ്സവുമില്ല. കോൺക്രീറ്റ് വീടാണ് ഇപ്പോൾ സാറ്, പരമ്പരാഗതമായിട്ടുള്ള 4 കെട്ടടക്കമുള്ള തച്ചുശാസ്ത്ര പ്രകാരമുള്ള വീട്. ഇത് കോൺക്രീറ്റ് വീട് പൊളിക്കുകയാണ്. ആ പൊളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പൂജ ചെയ്യണോ, പൊളിച്ചതിന് ശേഷം എന്താണ് പുതിയ വീട് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഈ നേരത്തെ ഞാൻ ഈ പണ്ടത്തെ തച്ചുരമുള്ള വീടായിരുന്നാലും ശരി, കോൺക്രീറ്റ് താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നാലും ശരി, പൊളിക്കുന്നതിന് മുൻപായിട്ടൊരു വാസ്തു ബലി ചെയ്യണം. വാസ്തു ബലി ചെയ്തിട്ട് പൊളിക്കാവും. പൊളിച്ച് മാറ്റിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തറയെല്ലാം നല്ല ഇതാണ്, പിന്നെ ഭൂമി പൂജ ചെയ്യണം. അങ്ങനെ 2 പൂജ വരും. ഭൂമി പൂജ ചെയ്ത് തറരക്ഷയൊക്കെ സ്ഥാപിച്ച ശേഷം മാത്രമേ നിർമ്മാണം തുടങ്ങാവൂ. അപ്പം നിർമ്മാണം തുടങ്ങുമ്പോൾ പല രീതിയിലാണ്. എന്താണ് ആദ്യത്വമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ ഭൂമി പൂജ ചെയ്യണം. ഭൂമി പൂജ ചെയ്ത ശേഷമാണ് നമുക്ക് അവിടുത്തെ ആവശ്യമില്ലാത്ത മരങ്ങളെല്ലാം നിൽക്കുന്നത് മുറിക്കുക, അതെല്ലാം ചെയ്യാവൂ. അല്ലാതെ ഭൂമി പൂജ ചെയ്യാതെ വേറെ എന്തെല്ലാം വിലയ്ക്ക് പോകരുത്. പിന്നെ തറക്കല്ലിടുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നല്ല അവരുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നക്ഷത്രമൊക്കെ നോക്കി സമയമൊക്കെ നോക്കിയാണ് അത് തറക്കല്ലിടേണ്ടത്. ആ സിസ്റ്റം വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഭാഗം വെച്ച് കിട്ടിയ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിക്കകത്ത് പഴയ വീടുണ്ടായിരുന്നു, അത് ഇടിച്ചു. അതോടൊപ്പം തന്നെ പഴയ കിണർ അവിടെയുണ്ട്, നിറച്ച് വെള്ളമുള്ള കിണറാണ്. അപ്പോൾ ആ കിണർ മൂടിക്കൊണ്ട്, അതായത് സ്ലാബിട്ട് മൂടാമോ, അല്ലെങ്കിൽ അതിനെ മതിൽ കെട്ടി, അല്ലെങ്കിൽ ഒരു എത്ര അടിയിലുള്ള ഒരു മതിൽ കെട്ടി തിരിച്ചുകൊണ്ട് പണികൾ നടത്താമോ, അല്ലെങ്കിൽ ആ കിണർ തന്നെ നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ അത് നികത്തിക്കൊണ്ട് മറ്റൊരു കിണർ കുഴിക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത്. പണ്ട് കാലത്തെ വീട് അല്ലെങ്കിൽ വടക്കിഴക്കേ മൂലഭാഗത്ത് തന്നെയായിരിക്കും നമുക്ക് കിണർ വരിക. വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയായിരിക്കും കിണർ വരുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് വടക്ക് മകരത്തും കുംഭം മീനം മേടൻ രാശിയിൽ പഴയ കിണർ നമുക്ക് നിൽക്കുകയാണെങ്കിൽ ആ കിണറിനെ പരിപാലിച്ച് കൊണ്ടുപോകാം.
പരിപാലിച്ചു കൊണ്ടുപോകുന്ന യാതൊരു തടസ്സവുമില്ല. പിന്നെ ഈ നേരത്തെ ചോദിച്ചില്ലേ, വലിയ കിണറാണ്, നമുക്ക് അത്രയും വലിയ കിണറിൻ്റെ ആവശ്യമില്ല. നമുക്ക് പകുതി നമുക്ക് സ്ലാബിട്ട് മൂടുന്ന നിയമ തടസ്സമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴെല്ലാവരും തന്നെ ഇപ്പോൾ വെള്ളം കോരുന്ന പരിപാടിയെല്ലാം പോയല്ലോ, എല്ലാം പമ്പ് സെറ്റ് വെച്ചെടുക്കണ്ടേ. എങ്കിലും സൂര്യകിരണങ്ങൾ നമ്മൾ കിണറ്റിനുള്ളിലേക്ക് അടിക്കുന്നത് ആ വെള്ളത്തിൻ്റെ ആരോഗ്യത കൂട്ടും. സൂര്യകിരണങ്ങൾ ഏറ്റവും നല്ല. പിന്നെ വെള്ളം ശരിയായിട്ട് പറഞ്ഞത് പമ്പ് സെറ്റ് വയ്ക്കുമ്പം ചലന അടിയിലുണ്ടാവും, എയർ കൊണ്ട് എടുക്കാവും. വെള്ളം ഇടിച്ച് കോരണമെന്നൊക്കെയാണ് പണ്ടത്തെ തൊട്ടിയും വെള്ളം കോരണുണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും നല്ലത്. അതൊന്നും ഇപ്പോൾ നടക്കില്ല. പിന്നെ പമ്പ് സെറ്റ് വെച്ചുമ്പോൾ ആദ്യത്തെ ഒരു സഖ്യണ നിലയിൽ എയർ കൊണ്ട് കുറച്ച് ചലഞ്ചം ഉണ്ടാവും. പണ്ടത്തെ വലിയ കിണറുകളുണ്ടാവും, ആ കിണറിൻ്റെ ആവശ്യം ഇന്നത്തേൽ വരാതെ നമുക്ക് പകുതി ഭാഗം നമുക്ക് സ്ലാബ് ഇട്ടിട്ട്, ഒരു പക്ഷേ വണ്ടി കൊണ്ടിടാൻ സൗകര്യം ചിലപ്പോൾ ഈ കിണർ വരുമ്പോൾ വലിയ കിണറിന് തടസ്സം ഉണ്ടാകും. സ്ലാബ് ഇട്ടിട്ട് തടസ്സമില്ല, അതിന് ചെറുതാക്കാം, അതിന് തടസ്സമില്ല. അപ്പോൾ ഈ കിണർ നികത്തേണ്ടി വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. പുതുതായിട്ട് കിണർ നികത്തേണ്ടെങ്കിൽ അത് വിധിപ്രകാരം ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് പണ്ടത്തെ കിണറുകൾ നമുക്ക് വീട് വയ്ക്കുമ്പോൾ ആ കിണർ നികത്തിയാലേ വീട് പണിയാൻ സാധിക്കൂ എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു ദിവസം രാവിലെ ഒരു 6-ന് 7-ന് ഇടയ്ക്ക് നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്നിട്ട് ആദ്യമായിട്ട് ഒരു കപ്പ് പാല് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. അത് കഴിഞ്ഞ് ഒരു കപ്പ് കരിമ്പിൻ ചാറ് കിണറ്റിനുള്ളിലേക്ക് ഒഴിക്കണം. പിന്നെ നല്ല ഒരു കുട്ടം മണൽ കിണറ്റിനുള്ളിലേക്ക് ഇടണം. ഈ കിണറ്റിലെ വെള്ളമല്ല, വേറെ ഏതെങ്കിലും പൈപ്പ് വെള്ളമോ കിണറ്റിലെ വെള്ളം ഒരു കുടവെള്ളം നമ്മൾ കിണറ്റിൽ ഒഴിച്ച ശേഷം പിന്നെ സാധാരണ മണ്ണിട്ട് നമുക്ക് കിണർ മൂടുന്നതിന് തടസ്സമില്ല. അങ്ങനെ ചെയ്യേണ്ടത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകി കഴിഞ്ഞു. കിണറിൻ്റെ സ്ഥാനം, അത് മൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പഴയ വീടും പുതിയ വീടിലേക്ക് കൺസ്ട്രക്ഷൻ മാറ്റി വരുമ്പോൾ ഉണ്ടാകാവുന്ന ചില പൂജകളുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി തന്നെ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളതിന് കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട് ഓരോ എപ്പിസോഡിലും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.